നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് നല്ലൊരു മസാജിങ് ജെല്ലാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം സ്കിന്നിന് നല്ലൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും. അതുമാത്രമല്ല, ഈ മസാജിങ് ജെൽ വെച്ച് നമ്മൾ മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ നല്ല ഗ്ലോ വരും. നല്ലപോലെ ടാനൊക്കെ മാറിക്കിട്ടി നല്ലപോലെ ഗ്ലോ വരാൻ സഹായിക്കണം. നല്ലൊരു മസാജിങ് ജെല്ലാണ്. ഞാനിത് 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ടൈപ്പിലുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് ചെയ്തതിൽ ഏറ്റവും റിസൾട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണതിലാണ് എനിക്ക് നല്ല റിസൾട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലവരൊക്കെ പറയാറില്ലേ, വീട്ടിൽ എന്താ പറയുക, മസാജ് ചെയ്യുക എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുപയോഗിച്ച് മസാജ് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പാർലറിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് പാർലറിൽ പോകുമ്പോഴാണ് അവർ നല്ലപോലെ ഒരു മസാജൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക്, നമ്മുടെ ഫേസിലേക്ക് തരണത്. അപ്പോൾ എല്ലാവർക്കും സാധിച്ചു പോകുന്ന വരില്ല. ഞാൻ പോവാറില്ല. എൻ്റെ കാര്യം പറയാമല്ലോ, പോവുകയാണെന്ന് വെച്ചാൽ ഒന്ന് പോവും, പോയി പുരുകം ഒന്ന് ത്രെഡ് ചെയ്യും. ആകെ പാർലറിൽ പോകുന്നത് അതൊരൊറ്റ കാര്യത്തിന്, അല്ലാണ്ട് ഞാൻ ഒന്നിനും പോകാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഫേസിന് ഒരു മസാജ് ആവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ആ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുകയാണ് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലതുമാണ്. ടാൻ മാറാൻ സഹായിക്കും ഈ മസാജിലൂടെ ഞങ്ങൾക്ക്. അതുപോലെ തന്നെ പാടുകളൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ചെയ്യണം. ഞാൻ ആഴ്ചയിൽ 1 വട്ടം ചെയ്യാറ് കേട്ടോ. കാരണം ഇത് നമ്മുടെ എന്താ പറയുക, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പം ഉണ്ടാക്കണതല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ മസാജിങ് ജെൽ ഉണ്ടാക്കണം നോക്കിയിട്ടൊന്നല്ലോ. അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെടുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഈ മസാജിങ് ജെൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് നമുക്കൊരു ബൗൾ വയ്ക്കാം. നല്ലൊരു ഫേസിന് നമുക്ക് ആഴ്ചയിൽ 1 വട്ടം നല്ലൊരു മസാജ് കൊടുക്കാൻ പറ്റും മസാജിങ് ജെല്ലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയ അലോവേര ജെല്ലാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പ്ലാന്റിൻ്റെ ഉണ്ടെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ പറയാം, നമുക്ക് 1 സ്പൂൺ അലോവേര ജെല്ലെടുക്കുക. ഞാൻ ഇത് വെച്ചിട്ടല്ല ഉപയോഗിക്കാറ്. എൻ്റെ അടുത്ത് ഉണ്ട് പ്ലാന്റിൻ്റെ, അതിലാണ് ചെടിയിൽ നിന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ അത് നേരത്തെ പൊട്ടിച്ച് വെക്കണം, കറ കളഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അത് കറ കളഞ്ഞതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിയത് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കുറച്ച് ഒരു 5-6 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സ്കിൻ മസാജിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഞാനിതാ ഇങ്ങനെ കോഫി പൗഡർ ഇടാറുണ്ട്. കോഫി പൗഡർ അല്ലെങ്കിൽ പിന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്. 2 പിഞ്ച് ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് തരുന്നത്. ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഒരു വട്ടം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ റിസൾട്ട്. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. എനിക്ക് മഞ്ഞൾപ്പൊടിയേക്കാളും കൂടുതൽ നല്ലതായി തോന്നിയത് കാപ്പിപ്പൊടിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി ഞാനിതെങ്ങനെ മസാജ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ കണ്ടുല്ലോ മസാജിങ് ജെൽ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല. ഇതിലിപ്പോൾ ഞാൻ കോഫി പൊടി ഇട്ടു, മറ്റേ അല്ലാത്തതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടാറ്. മഞ്ഞൾപ്പൊടി നമുക്ക് 1 പിഞ്ച് ഇട്ടാൽ മതി. നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു മഞ്ഞ കളർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇത് പാക്ക് അല്ലല്ലോ, നമ്മൾ മസാജിങ് ജെല്ലാണല്ലോ. അതിന് ശേഷം മുഖം കഴുകി കളഞ്ഞാൽ മതി. എനിക്ക് കോഫി പൊടി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ കോഫി പൊടി എൻ്റെ സ്കിന്നിക്ക് കൂടുതൽ റിസൾട്ട് തരുന്നതുകൊണ്ടും എനിക്ക് കോഫി പൊടി നല്ലതായി തോന്നി. ചിലവർക്ക് മഞ്ഞളായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന സാധനം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിക്ക് ഏതാ ചേരുക, മഞ്ഞൾപ്പൊടിയാണോ കോഫി പൊടിയാണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് 2 ഓരോ വട്ടം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതിലെ കൂടുതൽ റിസൾട്ട് കിട്ടിയാൽ ഇതിലെ ഗ്ലോ കിട്ടിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മുഖത്ത് തേച്ച് കൊടുക്കുക. ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ ഓയിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ വേണം കേട്ടോ തീർച്ചയായിട്ടും. ഇനി ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലില്ലാതെ നിങ്ങൾക്ക് മസാജ് ചെയ്യുക. കാരണം അലോവേര ജെല്ലായവരുണ്ട്, കുഴപ്പമില്ല. അല്ലാത്തവരെല്ലാവരും ഇതിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഓയിൽ തീർച്ചയായും ചേർക്കണം. ഒന്നുമില്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂളെങ്കിലും നിങ്ങൾ ഒരെണ്ണം ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 കൈയിലേക്കും കൂടി ആക്കി നല്ലൊരു മസാജ് കൊടുക്കാം. നിങ്ങൾക്ക് കഴുത്തിലെല്ലാം ചെയ്യാം കേട്ടോ. മേപ്പെട്ടായിട്ട് നമ്മൾ മുകളിലേക്കായിട്ട് മസാജ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ ഒന്ന് നല്ലപോലെ സഹായിക്കും. നമ്മൾ
എന്ത് ഫേഷ്യൽ ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും പാക്ക് ഇടുമ്പോഴാണെന്ന് വെച്ചാലും നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നത് അത്രയും നല്ലതാണ്. ഇപ്പോൾ കണ്ടു അലോവേര ജെല്ലെല്ലാം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് വലിച്ചെടുക്കുക. നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കഴിയണ വരെ നമുക്കിത് മസാജ് കൊടുക്കുക. നമ്മളാകെ 1 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ജെല്ലെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിയണ വരെ നമ്മൾ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിയണ വരെ നമുക്കിത് മസാജ് കൊടുക്കുക. ഇപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത്രയും നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ സ്കിന്നിലേക്ക് ചേരണ വരെ ഒരു മസാജ് കൊടുക്കുക. പെട്ടെന്നാണ് അത് സ്കിന്ന് വലിച്ചെടുക്കുക കേട്ടോ. കണ്ണിൻ്റെ മുകളിലും ചുവട്ടിലും ഒക്കെ തേച്ച് കൊടുക്കുക നിങ്ങൾക്ക്. പതിനഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് തൊട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയല്ല, കോഫി പൊടിയാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്കും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഞാനൊരു മസാജ് കൊടുത്തു. ഇങ്ങനെ ഒന്ന് ഉണങ്ങാൻ ഞാൻ അനുവദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇത് മസാജ് കഴിഞ്ഞത് നിങ്ങൾക്ക് കഴുകിക്കളയാം. അല്ലച്ച ഇതൊരു 5 മിനിറ്റ് വയ്ക്കുക. 5 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ മുഖത്ത് ഇത് നല്ലപോലെ ഉണങ്ങി പിടിക്കും. അതിന് ശേഷം കഴുകിക്കളയാറ്. ഞാൻ എന്തായാലും ഇത് 5 മിനിറ്റ് വെച്ചിട്ട് ഇത് എനിക്ക് ഉണങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഫേസിലിട്ടത് നല്ലപോലെ ഉണങ്ങി കിട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. നല്ല സോഫ്റ്റായിട്ടുണ്ട് സ്കിന്ന്. നല്ല സോഫ്റ്റായിട്ട് തൊടുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല ഗ്ലോയാണ് വന്നിരിക്കുന്നത്. നല്ലപോലെ ഗ്ലോ വന്നിട്ടുണ്ട്. നല്ല ഗ്ലോയാണ്, കണ്ടില്ലേ? ഇത്രയും നല്ല അടിപൊളിയാണ്. നമുക്ക് എത്ര സിമ്പിളായിട്ടാണ് ഈ മസാജിങ് ജെൽ ഉണ്ടാക്കിയത്. അതിന് ശേഷം നമ്മളത് കുറച്ച് നേരം നമ്മുടെ മുഖത്തൊന്ന് ഉണങ്ങാനും അതിന് ശേഷം 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഉണങ്ങിക്കോളും. അതിന് ശേഷം മുഖം കഴുകിയെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ ഒരു മേക്കപ്പും ഇല്ലാതെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ തേച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോവുക. ഈ ഒരു ഗ്ലോ അങ്ങനെ തന്നെ നിൽക്കും. അത്ര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ടീക്കെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.